ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ലറീൻ കേക്ക്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കുറച്ചധികം കേക്കുകൾ ബേക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേയിലേക്കുള്ള ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ബേക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ എനിക്കൊരു വെഡ്ഡിംഗ് കേക്കാണ്, 3 ടയർ വെഡ്ഡിംഗ് കേക്ക് സ്റ്റാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു വെഡ്ഡിംഗ് കേക്ക് ഞാൻ ഈ സ്റ്റാക്ക് ചെയ്യുന്നത് വെളുപ്പിന് 3 മണിക്കാണ് കേട്ടോ. കാരണം എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോകേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ സേഫായിട്ട് ഞാൻ കേക്ക് 3 ടയറും സ്റ്റാക്ക് ചെയ്തു, ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയാക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ആലുവയിൽ നിന്ന് സഫിയത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ നമുക്ക് 4:50 കേട്ടോ. അങ്ങനെ ഇവർ നമ്മുടെ എറണാകുളത്തെ മലബാർ അടുക്കളയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് നെജുവാൻ്റെയാണ് കേട്ടോ. നെജുവാൻ്റിയുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോട് കൂടി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചാണ് കേട്ടോ ട്രെയിനിൽ പോന്നിട്ടുണ്ടായിരുന്നത്. അത്രയും അടിപൊളിയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് വർത്താനവും കളിയും ചിരിയും അതുപോലെ കുറച്ചധികം ഫുഡ് ഐറ്റംസൊക്കെ ഐഷത്തായൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് സഫിയത്തെ ഞങ്ങൾക്ക് ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ഈ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എന്നുള്ളത്. അത് ഞാൻ പറയാം. അതായത് തിരുവനന്തപുരം മലബാർ അടുക്കള ഡിവിഷൻ്റെ 11th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവരൊരു കേക്ക് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം ഒരു 10:15 എത്തി. അതിനുശേഷം ഞങ്ങളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാം വരുന്നത് ട്രിവാൻഡ്രത്തുള്ള പത്മ കഫേയിൽ വെച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ നെസ്ലെ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ ഫംഗ്ഷനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അവരൊരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കിക്കാറ്റ് സ്പ്രെഡ്. അപ്പോൾ ആ ഒരു സ്പ്രെഡ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ഡോണട്ട്സ്, പേസ്ട്രീസ്, പിന്നെ മിനി ചീസ് കേക്ക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജഡ്ജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും പറയാനില്ല, എല്ലാ കേക്കും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. അതായത് ചില കേക്കുകൾ ടേസ്റ്റി വൈസാണ് അടിപൊളിയെങ്കിൽ ചില കേക്ക് ലുക്ക് വൈസും അതുപോലെ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. കാരണം ഓരോ കേക്കിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു. എല്ലാ കേക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കേക്ക് സെർവ് ചെയ്യുന്ന വീഡിയോയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം പല വെറൈറ്റിയിലുള്ള കേക്കുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ കിക്കാറ്റ് സ്പ്രെഡിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഷെഫ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈ ഒരു സ്പ്രെഡ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ കുറച്ച് റെസിപ്പീസ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫഡ്ജ് സോസ്, അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത്രയും നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷനായിരുന്നു ഷെഫിൻ്റെ ഭാഗത്തു നിന്ന്. നമുക്ക് ഒട്ടും തന്നെ ഒരു ബോറടിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിംഗ് സെഷൻ അടുത്തതുണ്ടായിരുന്നു. കാരണം ചെറിയ ചെറിയ ഡോണട്ട്സും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു ഹോം ബേക്കറാണ്, അർഷിയാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഫോട്ടോ സെഷനാണ്. പിന്നെ പറയണ്ടല്ലോ, ഷെഫിൻ്റെ കൂടെ നിന്നെടുക്കാനും എൻ്റെ കൂടെ നിന്നെടുക്കാനും അങ്ങനെ മൊത്തം തിരക്കായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ഒരു സെഷനൊക്കെ ഏകദേശം ഒരു 12 മണിയോടുകൂടി കഴിഞ്ഞു. അതിനുശേഷം നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും എല്ലാം കൂടി നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും പരസ്പരം എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ നമ്മൾക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അതുപോലെ തന്നെയാണ് ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ പ്രൈസ് അനൗൺസ്മെൻ്റ് ആയിരുന്നു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ മെൻഷൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാൻ കാരണം ആ കേക്ക് അത്രയും ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിന് പ്രൈസ് കൊടുക്കാതിരിക്കാൻ നമുക്ക് തോന്നിയില്ല. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ മലബാർ അടുക്കളയ്ക്ക് വേണ്ടി ഒരു കേക്ക് കട്ട് ചെയ്തു. ഇത് ആക്ച്വലി സെക്കൻഡ് പ്രൈസ് കിട്ടിയ കേക്കാണ് കേട്ടോ. ആ ഒരു മലബാർ അടുക്കളയുടെ ആ ഒരു ഡിഷിൻ്റെ രീതിയിലാണ് ആ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലാണ് ഓരോരുത്തരും കേക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്തുള്ള എല്ലാ നല്ല ഹോം ബേക്കേഴ്സും സത്യം പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം നല്ല വീട്ടമ്മമാരും എല്ലാവരും കൂടിയായിട്ട് ഒരു 100 പേരുടെ
അടുത്തുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാട്ട് പാടുന്ന ആൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, എൻ്റെ ബ്രദർ തന്നെയാണ്. അയാൾ ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്യാനും എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർ കം സിംഗർ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇത് ആരാന്ന് മനസ്സിലായോ? ഇതാണ് രമ്യ, ട്രിവാൻഡ്രത്തുള്ളൊരു ഹോം ബേക്കറാണ്. എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആളൊരു ഓട്ടോ പിടിച്ച് 8 കിലോമീറ്ററോളം ഓട്ടോയ്ക്ക് വന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളി, അതുപോലെ പാലട പായസം, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഭയങ്കര സർപ്രൈസായിപ്പോയി, അതുപോലെ ഒരുപാട് സന്തോഷമായി. അപ്പോൾ താങ്ക് യു രമ്യ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രംകാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഈ ഒരു ബോളി വിത്ത് പാലട പായസം എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പ് പണ്ടെപ്പോഴോ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ടൈമിൽ തന്നെ എൻ്റെ രാവിലെ ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരുന്ന വെഡ്ഡിങ് കേക്ക് എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കേക്ക് ഉണ്ടായിരുന്നു, അത് രണ്ടും സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിക്ക് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഒരു കോഫിയും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറയാമല്ലോ, വളരെ മോശം ഫുഡായിരുന്നു. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചില്ല. ഓർഡർ ചെയ്തു, പക്ഷേ ദോശയ്ക്കൊക്കെ ഭയങ്കര പുളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫുഡൊക്കെ അവിടെ മതിയാക്കി വെച്ചു. ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. തിരിച്ച് ഞങ്ങളുടെ ട്രെയിൻ 5:30-ക്കായിരുന്നു. ട്രെയിനിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ബാക്കിയുള്ള ഫുഡൊക്കെ സെർവ് ചെയ്തു, കഴിച്ചു. എന്താ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുറേ പേര് ഇതുപോലെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. കുറേ പേരൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വിഷമമൊക്കെ. അങ്ങനെ കുറച്ച് പേര് എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ ആലുവ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്